ഗൈസ് എല്ലാവർക്കും ഒരുപാട് ദിവസമായി എന്താ പറയുക വീഡിയോസ് ഒന്നും വരില്ല ഓരോ തിരക്കിലിങ്ങനെ പെട്ടുപോണതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് കൊടുക്കാൻ തരുമോ? ഇന്ന് നമ്മൾ വണ്ടിപ്രാന്തന്മാരെ വികാരം എന്ന് പറയാം. അതായത് വിൻറ്റേജ് കാർസിൻ്റെ ഒരു ഷോ ഉണ്ട് നമ്മളെ ഹൈലൈറ്റ് മാളിൽ. അത് എങ്ങനെ ഉണ്ടായെന്ന് അറിയോ? ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നിരുന്ന് വർത്താനം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ റീൽസ് കണ്ടിരുന്നപ്പോൾ എന്ത് ചെയ്ത് ഈ ഇൻസ്റ്റയിൽ ഒരു റീലുണ്ട് 14-ാം തീയതി വരെ കാറിന് വിൻറ്റേജ് കാർസിൻ്റെ ഷോ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് ഞാൻ അമീറോട് ചോദിച്ചു, അമീർ നമുക്കിങ്ങനെ വിൻറ്റേജ് കാർസിൻ്റെ ഷോ ഉണ്ട് കാണാൻ പോയാലോ ചോദിച്ചു. ഒറ്റ മൈൻഡ് അത് അമീർ പറയും എന്നാൽ അപ്പോൾ തന്നെ പോകാൻ തന്നെ. അതിനാണ് ഈ പണി ഇപ്പോൾ സമയം ഏകദേശം 9 മണിയുണ്ടാവും രാത്രി. നിങ്ങളിപ്പോൾ പോയി നോക്കണം, അവിടെ ഉണ്ടാവും. 14-ാം തീയതി വരെ ഉണ്ടെന്നല്ലേ പറഞ്ഞ്. അല്ല നായ്ക്കളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ വണ്ടി പാർക്കിങ്ങിൽ നിർത്തി കയറിക്കൊണ്ട് പോകും. ഉണ്ടാവും ഇങ്ങനെ ഒന്നും ഒരു ഐഡിയ ഉണ്ടാക്കാം. ഗൈസ് കയറി വരുമ്പോൾ തന്നെ നമ്മളതാ അംബാസഡറിൻ്റെ ലിമോസിൻസ് ആണ്. 2004 മോഡൽ. പക്ഷെ അതൊക്കെ നമ്മളെ നാട്ടിൽ കാണാന്ന് പറഞ്ഞാൽ പൊതുവേ എന്നല്ല ഇല്ല, അങ്ങനെ തന്നെ പറയാം. എൻട്രൻസിൽ തന്നെ ലിമോസിനാണ്. ഉള്ളിലേക്ക് വണ്ടികൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഇങ്ങനെ പോയിട്ട് ഓരോ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരും. ഏകദേശം കാണുന്നുണ്ടെങ്കിൽ നിർത്തിയിട്ടെങ്കിലും എന്തായാലും കയറ്റിട്ട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ആ നിർത്തം നോക്കടാ, ഒരു നരി നിൽക്കണേ അല്ലേ? വണ്ടിയില്ലേ ഇങ്ങനെ ഈ വണ്ടി നമ്മൾ പൊതുവെ പുറത്ത് കുറേ കാണും കോൺഗ്രസ്. പക്ഷേ ആ കോൺഗ്രസൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പറയുക എനിക്കറിയില്ല. അത് 7 സീറ്റർ അല്ലേ? അമ്മാതിരി 7 സീറ്റർ വണ്ടിയില്ലേ? ഏതാ സാധനം? 1951 വരെ ഞാനൊന്നും ജയിച്ചിട്ടില്ല അക്കാലത്ത്. അവിടെ ഒരു ജീപ്പ് വില്ലീസിൻ്റെ സാധനം. വില്ലീസ് എന്ന് പറഞ്ഞാൽ ഓഫ് റോഡിൻ്റെ ആൾക്കാർ ഇത് കണ്ടു കഴിഞ്ഞാൽ മതി. 1947 ഇവിടെ സ്വാതന്ത്ര്യം കിട്ടുന്നില്ലല്ലോ. നമുക്ക് നല്ലോണം നോക്കാം. 1947 വില്ലീസ് ജീപ്പ് ഈസ് ലെജൻഡറി 4-വീലർ ഒറിജിനലി ഡിസൈൻഡ് ഫോർ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാ. ശ്രദ്ധിച്ച് നോക്കാം എടാ, അത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവറാ. അത് ശ്രദ്ധിച്ചാൽ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വന്ന് ഹിന്ദുസ്ഥാൻ കോൺഗ്രസ് സാധനം. ഹിന്ദുസ്ഥാൻ കോൺഗ്രസ് ലെജൻഡറി ഇന്ത്യൻ കാർസ് കാർഡിൽ കുറേ ഇംഗ്ലീഷ് ഉണ്ട്, അത് വായിച്ചിരിക്കുന്നത്. പിന്നെ വന്നത് മുതലായിട്ട് വണ്ടി നോക്കിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കട്ടയുണ്ട ഇയാളൊരു റീല് ഞാൻ കണ്ടിരുന്നു. ഇങ്ങനെ ഒരു പ്രായമുള്ള ഒരാളാണ്. മൂപ്പരാൾ ഈ വണ്ടി കൈവിട്ട് കൊടുക്കില്ല. കുറേ കാലങ്ങളായിട്ട് മൂപ്പരാൾ തന്നെ ഓടിക്കുന്നെന്ന് പറഞ്ഞു. വണ്ടി ഇപ്പോഴും കണ്ടീഷൻ ഇല്ലാണ്ട് കെട്ടിക്കൂലല്ലോ. വണ്ടി മൂപ്പരാളത് കൈവിട്ട് കൊടുക്കില്ല. ആ ചെങ്ങായിട്ട് ആ വീഡിയോ കണ്ടെന്ന് എനിക്ക് തോന്നി. ഇനി വണ്ടി പാലക്കാട് പോയി കാണുന്നു. പക്ഷെ ആളിപ്പോൾ ഇവിടെ എത്തി അല്ലേ? ഇനി വാ, വണ്ടി ഇനിയുണ്ടോ അവിടെ? വാ നോക്കാം. മറ്റേ റാമ്പ് ഇതിൻ്റെ ഡീലക്സ് എന്താണ് ഷെവർലെറ്റിൻ്റെ മാസ്റ്റർ ഡീലക്സ് ഉണ്ട്. ഒക്കെ ഞാൻ കാണിച്ചു തരാം. വയ്യേ അതിങ്ങനെ നടന്നുകൊണ്ട് നിൽക്കണം അങ്ങോട്ട്. ഇവിടെ അമീറുണ്ട്. നമ്മൾ അവിടെ കിട്ടി കാണിച്ചു ഓരോ കാഴ്ച. ഏതല്ലേ ഫോർഡിൻ്റെ ഡിലക്സ് റംബിൾ. ഞാൻ പറഞ്ഞു ഷെവർലെറ്റിൻ്റെ മാസ്റ്റർ ഡീലക്സ്. ഇത്ര 1939. അതായത് നമ്മൾ സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നതിൻ്റെ മുന്നുള്ളത്. ഇത് ഞാൻ ഇവിടെ കാണിച്ചതല്ലേ ഈ ഫോർഡിൻ്റെ ഡിലക്സ് റംബിൾ.
ഇത് വരുന്ന എത്ര 1930 അങ്ങനെ തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല അവിടെ പാലക്കാട് കണ്ടെന്ന് പറഞ്ഞാൽ പാലക്കാടത്തെ ചെങ്ങൻ്റെ വണ്ടി അത് എത്ര 1929. ഇതൊക്കെ നമ്മളെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നുള്ള വണ്ടി. ഒരു ക്രിസിലൊക്കെ തോന്നിട്ടുണ്ട്. എന്താല്ലേ നിർത്തം നോക്കാം. അയ്യോ ഗൈസ്, നമ്മൾ മ്യൂസിയത്തിൽ പോയി എന്ത് ചെയ്ത് വണ്ടികളൊക്കെ കുറേയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നു. കുറേ ഒന്നും അറിയില്ല, ഒരു 5-8 പക്ഷെ 5-8 കാണാണ്ട് കേട്ടോ. അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ മുന്നുള്ള വണ്ടികളൊക്കെയാണ്. ഞാനൊക്കെ ജനിക്കുന്നതിൻ്റെ മുന്നുള്ള വണ്ടികളൊക്കെയാണ്. അത് ഈ ഒരു കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വണ്ടി ഭ്രാന്ത് തന്നെയല്ലേ. ഞാൻ ആലോചിച്ച് അതൊക്കെ സ്റ്റാർട്ടിങ് കണ്ടീഷനുള്ള വണ്ടികളാണ്. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് വീഡിയോസ് ഉണ്ടാവുമെന്ന് വിചാരിക്കാം. ഡെയിലി ഇല്ലെങ്കിലും വീക്കിലി ആയിട്ട് ഇടാൻ ഞാൻ ശ്രമിക്കാം, ബോറില്ലാത്ത പോലത്തിൽ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ.